അങ്ങനെ നമ്മളിതാ റെസ്റ്റോറൻറ്റിലെത്തി. ഇതൊരു മലയാളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. മാത്രമല്ല ഇവിടുത്തെ ഓണർ നമ്മുടെ ഒരു കട്ട സബ്സ്ക്രൈബറാണ്. പക്ഷേ അതുകൊണ്ട് പറയല്ല കേട്ടോ, ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ഫുഡിൻ്റെ അതേ ടേസ്റ്റ് എനിക്ക് ഇവിടെ നിന്നും തോന്നി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് പോയത് റൂമിലേക്കായിരുന്നു. കാരണം ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്ത് വന്നല്ലേ. അപ്പോൾ അത്യാവശ്യം എല്ലാവരും നല്ല ടയർഡായിരുന്നു. പോകുന്ന വഴിക്ക് നോക്കി എന്തൊരു ഭംഗിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എന്തായാലും നമ്മൾ താമസിക്കാൻ വേണ്ടി പോകുന്ന ഹോട്ടലിലെത്തി. പറയാതെ വയ്യ, നല്ലൊരു അടിപൊളി സ്റ്റേ തന്നെ നമുക്ക് ഒരു ബഡ്ജറ്റ് ഹോളിഡേയ്സ് നമുക്ക് തന്നു. ഞങ്ങളുടെ റൂം വരുന്നത് 23ാമത്തെ നിലയിലാണ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. എന്തൊരു ഭംഗിയെ നോക്കി കാണാൻ തന്നെ. ഇത് മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ബെഡ്റൂം കൂടി ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു അടിപൊളി ബെഡ്റൂം തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കിയാൽ കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഇനി 4 ദിവസം നമ്മൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇതിപ്പോൾ മലേഷ്യ മാത്രമല്ല കേട്ടോ, തായ്ലാൻഡ്, അങ്ങനെ പല പല പാക്കേജും നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് ഹോളിഡേയ്സിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലൊരു യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് കയറി കോൺടാക്ട് ചെയ്താൽ മതി.